Welcome you all to the video on fluid mechanics and hydraulics. നമ്മൾ ഇന്ന് വാട്ടർ സർഫസ് പ്രൊഫൈലിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചാനൽ ബോട്ടം ക്ലാസിഫിക്കേഷൻ, ചാനൽ ബോട്ടം സ്ലോപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തു. അതനുസരിച്ച് റീജിയൻസും ക്ലാസിഫൈ ചെയ്തു. ഓരോ മൈൽഡ് സ്ലോപ്പ് എന്താണ്, സ്റ്റീപ്പ് സ്ലോപ്പ് എന്താണ്, ക്രിട്ടിക്കൽ സ്ലോപ്പ് എന്താണ്, ഹൊറിസോണ്ടൽ സ്ലോപ്പ് എന്താണ് ആൻഡ് അഡ്വേഴ്സ് സ്ലോപ്പ് എന്താണെന്ന് കണ്ടു. ഇനി ഈ ഓരോ സ്ലോപ്ഡ് ചാനൽസിലുള്ള പ്രൊഫൈൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണ് ഈ വീഡിയോയിൽ സ്പെസിഫിക്കലി നമ്മൾ ഏത് പ്രൊഫൈലാണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് സ്ലോപ്പ് ചാനലിലെ പ്രൊഫൈൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. So let us start with characteristics of surface profile. ഏറ്റവും ആദ്യം നമ്മൾ രണ്ട് ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്, ബാക്ക് വാട്ടർ കർവ് ആൻഡ് ഡ്രോ ഡൗൺ കർവ്. ബാക്ക് വാട്ടർ കർവ് അല്ലെങ്കിൽ അതിനെ നമുക്ക് റൈസിംഗ് കർവ് എന്ന് പറയാം. റൈസിംഗ് കർവ്. ഓക്കെ, അതായത് ഈ ഏതെങ്കിലും ഒരു വാട്ടർ സർഫസ് പ്രൊഫൈൽ നമുക്ക് എപ്പോഴാണ് അതൊരു ബാക്ക് വാട്ടർ കർവ് അല്ലെങ്കിൽ എന്താ റൈസിംഗ് കർവ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ when the depth of flow increases in the direction of flow. When depth of flow increases in the direction of flow, നമ്മുടെ റിവറിൽ അല്ലെങ്കിൽ ചാനലിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബാക്ക് വാട്ടർ കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, റൈസിംഗ് കർവ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇവിടെ dy/dx നമ്മളെ ഗ്രാജുവലി വേരിയഡ് ഫ്ലോയിൽ ഡൈനാമിക് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ ചേഞ്ച് ഇൻ ഡെപ്ത് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, dy/dx വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ ഡ്രോ ഡൗൺ കർവ് ആണെങ്കിൽ ദ ഡെപ്ത് ഓഫ് ഫ്ലോ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡെപ്ത് ഓഫ് ഫ്ലോ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. അത്തരത്തിലുള്ള ഫ്ലോവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോ ഡൗൺ കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാം, dy/dx is നെഗറ്റീവ്. ഓക്കെ, ഇതിന് ഡ്രോ ഡൗൺ കർവ് അല്ലെങ്കിൽ എന്ത് പറയാം, ഫോളിംഗ് കർവ് എന്ന് പറയാം. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൈൽഡ് സ്ലോപ്പ് ചാനലിലായാലും സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലിലായാലും എല്ലാത്തിലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ബാക്ക് വാട്ടർ കർവ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോ ഡൗൺ കർവ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മുടെ M1 റീജിയൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ M1 റീജിയനിലുള്ള വാട്ടർ സർഫസ് പ്രൊഫൈൽ നമ്മൾ M1 സർഫസ് പ്രൊഫൈൽ എന്ന് പറയും. ഈ M1 പ്രൊഫൈൽ ശരിക്കും ഒരു ബാക്ക് വാട്ടർ പ്രൊഫൈലാണ്, അതായത് അതൊരു റൈസിംഗ് കർവ് ആണ്. അതേപോലെ M3 എന്താണ്, റൈസിംഗ് കർവ് ആണ്. നേരെ മറിച്ച് ഈ M2 പ്രൊഫൈൽ, M2 റീജിയനിലുള്ള വാട്ടർ സർഫസ് പ്രൊഫൈൽ ഒരു ഡ്രോ ഡൗൺ കർവ് ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കി സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലായാലും ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് ബാക്ക് വാട്ടർ കർവ് ആവണത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡ്രോ ഡൗൺ കർവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൈൽഡ് സ്ലോപ്പ് ചാനൽ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം 3 ടൈപ്പ് ചാനൽ ബോട്ടം കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ഇത് സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലാണ് അല്ലേ. ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലാണ്, അതായത് S0 ഈസ് ഗ്രേറ്റർ ദാൻ SC, ക്രിട്ടിക്കൽ സ്ലോപ്പിനെക്കാട്ടും കൂടുതലാണ്. ഏറ്റവും കുറവ് സ്ലോപ്പ് ഇതായതുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് മൈൽഡ് സ്ലോപ്പ് ചാനൽ എന്നും പറയാം, S0 ഈസ് ലെസ് ദാൻ SC. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ ഉള്ളത് ഇത് ക്രിട്ടിക്കൽ സ്ലോപ്പ് ആണ്. സോ ലെറ്റ് ദിസ് ബി S0 is equal to SC. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാനൽ ആയിക്കഴിഞ്ഞാൽ ജനറലി ഒരു ചാനൽ ഒരു ടൈപ്പ് ഓഫ് സ്ലോപ്പിൽ നിന്ന് വേറൊരു ടൈപ്പ് ഓഫ് സ്ലോപ്പിലേക്ക് പോകുമ്പോഴും ഈ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, അത് കണ്ടിന്യൂസ് തന്നെയായിരിക്കും. വേറെ മറിച്ച് നോർമൽ ഡെപ്ത് ലൈൻ ഇങ്ങനെ ആയിരിക്കില്ല. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ. ഓക്കെ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോ റീജിയനിൽ നിന്ന് മറ്റൊരു ഫ്ലോ റീജിയനിലേക്ക് പോകുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രീതിയിൽ വരയ്ക്കാം. നേരെ മറിച്ച് സ്റ്റീപ്പ് സ്ലോപ്പിലാണെങ്കിൽ നോർമൽ ഡെപ്ത് ലൈൻ എവിടെയായിരിക്കും ഉണ്ടാവുക, വിൽ ഇറ്റ് ബി അബൌവ് CDL ഓർ ബിലോ CDL. സ്റ്റീപ്പ് സ്ലോപ്പ് ചാനലാണെങ്കിൽ ഡെപ്ത് വളരെ കുറവായിരിക്കും, സോ നോർമൽ ഡെപ്ത് വിൽ ബി ബിലോ CDL, റൈറ്റ്. ക്രിട്ടിക്കൽ ഡെപ്തിലാണെങ്കിൽ what will happen, this will be equal to CDL, so this will be over here. Okay, and mild slope it will be above the CDL, so it will be here. So this represent YC and this represent YN in case of
മൈൽഡ് സ്ലോപ്പ്. ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ റീജിയൻ ദിസ് ഫ്ലോ മേ ഒക്കർ, അതായത് സ്റ്റീപ്പ് സ്ലോപ്പിലേക്കൂടെ ഫ്ലോ ഒക്കർ ചെയ്യുമ്പോൾ സപ്പോസ് വി ഹാവ് വാട്ടർ അപ് ടു ദിസ് ലെവൽ, അതായത് S1 റീജിയൻ വരെ വെള്ളം ഉണ്ടാവുന്ന കേസ് ഉണ്ടാവുക. ചില സിറ്റുവേഷനിൽ നമുക്ക് S2 റീജിയൻ വരെ മാത്രം വെള്ളം ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. സമ്മർ സീസൺ ഒക്കെ ആകുമ്പോഴേക്കും S3 സിറ്റുവേഷനിൽ വെള്ളം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയായാലും കഴിഞ്ഞാലും ഈ സ്റ്റീപ്പിൽ നിന്ന് ക്രിട്ടിക്കലിലേക്ക് പോകുമ്പോഴേക്കും ഈ ഫ്ലോ ഡയറക്ഷൻ ഈ സ്ലോപ്പിലേക്ക് മാറുമ്പോഴേക്കും മാറും. അതെങ്ങനെയാ മാറുന്നത്? അതേപോലെ ഇവിടുന്നാണെങ്കിൽ എങ്ങനെയാ മാറുന്നത്, ഇവിടുന്നാണെങ്കിൽ എങ്ങനെയാ മാറുന്നത്, അതേപോലെ ക്രിട്ടിക്കലിൽ നിന്ന് മൈൽഡിലേക്ക് പോകുമ്പോൾ ഇത് എങ്ങനെയാ മാറുന്നത്, മൈൽഡിൽ നിന്ന് വേറെ ഇതിലേക്ക് സ്റ്റീപ്പിലേക്കോ അല്ലെങ്കിൽ അഡ്വേഴ്സിലേക്കോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലിലേക്കോ, ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലേക്ക് മാറുമ്പോഴും ഇത് എങ്ങനെയാ മാറുന്നത്, അതാണ് നമ്മൾ ഈ വാട്ടർ സർഫസ് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് സ്റ്റീപ്പ് സ്ലോപ്പ്, ക്രിട്ടിക്കൽ സ്ലോപ്പ്, മൈൽഡ് സ്ലോപ്പിൽ CDL എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കാണിച്ചു. അതിനനുസരിച്ച് NDL എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കാണിച്ചു. അപ്പം നമുക്ക് കോമ്പിനേഷൻ ഓഫ് സ്ലോപ്പ് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മാറിപ്പോവരുത്. CDL എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകേണ്ടതാണ്. NDL മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിറ്റുവേഷൻ അനുസരിച്ച് CDL മുകളിലേക്കോ താഴേക്കോ അല്ലെങ്കിൽ സെയിം ലൈനിലേക്കോ വരികയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മൈൽഡ് സ്ലോപ്പ് ചാനൽ മാത്രം സ്പെസിഫിക്കലി ഒന്ന് എടുത്തു നോക്കാം. സോ ഹിയർ ദിസ് ഈസ് എ മൈൽഡ് സ്ലോപ്പ് ചാനൽ. ഈ ചാനലിൽ നമുക്ക് രണ്ട് ഡെപ്ത് മാർക്ക് ചെയ്യണം. അപ്പം ആദ്യം നമുക്കിത് CDL മാർക്ക് ചെയ്യാം. മൈൽഡ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഡെപ്ത് കൂടുതലായിരിക്കും, അതുകൊണ്ട് നോർമൽ ഡെപ്ത് ലൈൻ CDL-നെക്കാട്ടി അധികമായിരിക്കും. സോ ദിസ് വിൽ ബി അബവ് CDL ലൈൻ. സോ NDL മാർക്ക് ചെയ്തു. സോ ലെറ്റ് ദിസ് ബി YC അല്ലേ. ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനിൽ വരെയുള്ള ഡെപ്ത് YC, ഇവിടം വരെയുള്ള ഡെപ്ത് YN. ഇതെല്ലാം മാർക്ക് ചെയ്യണേ. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം മൈൽഡ് സ്ലോപ്പ് ചാനൽ ആണെന്ന്. S0 is less than SC എന്നും കൂടി മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ 3 റീജിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതിൽ റീജിയൻ 1 എന്ന് പറഞ്ഞാൽ എബവ് NDL ഓർ CDL ബോത്ത്, എബവ് ബോത്ത് ലൈൻസ്, അതാണ് ഈ റീജിയൻ 1. അവിടെയുള്ള പ്രൊഫൈൽ, അവിടെയുള്ള കേർവിനെ നമ്മൾ M1 പ്രൊഫൈൽ അല്ലെങ്കിൽ M1 കേർവ് എന്ന് പറയും. ഇവിടെ ഉള്ളതിനെ നമ്മൾ M2 എന്ന് പറയും, ഇവിടെ ഉള്ളതിനെ നമ്മൾ M3 എന്ന് പറയും അല്ലെ. അതായത് വാട്ടർ ലെവൽ സപ്പോസ് ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, M1 ആണ്. ഇവിടം വരെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും, M2 ആണ്. ഇവിടം വരെ ഉള്ളെങ്കിൽ M3 ആണെന്ന് പറയും. സോ സപ്പോസ് I have water level up to here. Okay, let this be Y. In this case, in region M1, Y depth of flow will be greater than YN, greater than YC. നേരെ മറിച്ച് M2-ലാണെങ്കിലോ, M2-ല് YN will be greater than Y, greater than YC. കാരണം എന്താ, Y നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ M2-ലാണെങ്കിൽ in between YN and YC ആയിരിക്കും. സോ YN will be greater than Y, greater than YC. നേരെ മറിച്ച് M3-ലാണെങ്കിലോ, M3-ല് ഇതായിരിക്കും ഏറ്റവും കുറവ്, നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ ആയിരിക്കും ഏറ്റവും കുറവ്. സോ YN will be greater than Y, greater than YC greater than Y. ഇപ്പം 3 റീജിയൻസിലും നമ്മുടെ Y എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. M1 റീജിയനിലാണെങ്കിൽ Y will be greater than YN will be greater than YC. M2 റീജിയനിലാണെങ്കിൽ YN will be greater than Y, greater than YC. M3-ലാണെങ്കിൽ Y ആണ് ഏറ്റവും താഴെ. സോ YN will be greater than YC, greater than Y. ഓക്കെ, ഇനി ഈ 3 സിറ്റുവേഷൻ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഡൈനാമിക് ഇക്വേഷൻ വേരി ചെയ്യുക, അതൊന്ന് ആദ്യം കണ്ടു നോക്കാം. അപ്പം നമ്മളിവിടെ ഡൈനാമിക് ഇക്വേഷൻ ഈ ഫോമിലാണ് എടുത്തിരിക്കുന്നത്. dy/dx = S0 into 1 minus yn by y whole cube whole divided by 1 minus yc by y whole cube. ഓക്കെ, ഈ ഇക്വേഷനാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പം M1, M2, M3 പ്രൊഫൈലിൽ കണ്ടു ഈ ഓരോ y എവിടെയാണ് വരുന്നത്. either M1 റീജിയനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു y is greater than yn, greater than YC ആണെന്ന് പറഞ്ഞു M1 പ്രൊഫൈൽ അല്ലേ. M2 പ്രൊഫൈലിലാണെങ്കിൽ പറഞ്ഞു YN greater than Y, greater than YC ആണെന്ന്. M3-ൽ നമ്മൾ പറഞ്ഞു YN greater than YC, greater than Y എന്ന് പറഞ്ഞു. അപ്പൊ ഈ സപ്പോസ് ഈ ഫസ്റ്റ് കേസിൽ നോക്കുവാണെങ്കിൽ ആ റീജിയനിൽ ഏറ്റവും മുകളിലാണ് വാട്ടർ ഡെപ്ത് ഉള്ളത് അല്ലേ. അപ്പം വാട്ടർ ഡെപ്ത് ക്യാൻ ബി ഫ്രം ഇൻഫിനിറ്റി ടു YN വരെ ഉള്ള റീജിയൻസിലുള്ള എല്ലാ വാട്ടർ പ്രൊഫൈലിനെയും നമുക്ക് എന്ത് കാറ്റഗറിയിലേക്ക് വരുത്താം, M1 കാറ്റഗറിയിലേക്ക് വരുത്താം.
അതായത് ഇതിന്റെ വൈയുടെ ലിമിറ്റ്സ് ഏതൊക്കെയാണ്? ഇൻഫിനിറ്റി ടു yn ആണ്. നേരെ മറിച്ച് M2 പ്രൊഫൈലാണ്. ഈ വൈക്ക് എവിടം വരെ മാക്സിമം പോവാ? yn വരെ പോവാ. തിരിച്ച് എത്ര മിനിമം വരെ പോവാ? yc വരെ പോവാ. അപ്പൊ yn ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. yc വരെ പോവാ. M3യിലാണെങ്കിലോ അതിന് മാക്സിമം yc വരെ പോവാം. മിനിമം എത്ര വരെ? ആ ചാനൽ ബോട്ടം വരെ പോവാ അല്ലേ? 0. അപ്പം വൈയുടെ 4 കണ്ടീഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കണ്ടീഷൻസിലേക്ക് നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ, ഒരു ചാനലിൽ വരുന്ന ഡെപ്ത് ഓഫ് ഫ്ലോവിന് പോവാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ആദ്യം if the channel depth of flow meets normal depth ആണെങ്കിൽ, if y tends to yn ആണെങ്കിൽ, what happens to this equation? എന്താണ് ഈ ഇക്വേഷന് പറ്റുക? So y tends to yn എന്ന് പറയുമ്പോൾ yn by y 1 minus 1 0. So anything into 0 is 0. So if y tends to yn, dy by dx will be equal to 0. എങ്ങനെയാണെന്ന് കിട്ടിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. yn by ഇവിടെ y എന്താവും? yn ആവും. അപ്പൊ yn by yn എന്ന് പറയുമ്പോൾ 1 ആണ്. 1 minus 1 എന്താ? 0 ആണ്. So dy by dx is 0 എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ if dy by dx is 0 വന്നു കഴിഞ്ഞാൽ the water surface approaches the normal depth line asymptotically എന്ന് പറയും. The water surface approaches, അതായത് yn ആവുകയാണെന്നെങ്കിൽ അല്ലെ, yn എവിടെയാ? ndl asymptotically. അസിംപ്റ്റോട്ടിക്കലി എന്ന് പറഞ്ഞാൽ അതായത് ആ ലൈനിലേക്ക് മീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് വരും. അറ്റ് സം ഇൻഫിനിറ്റി ഇറ്റ് മേ മീറ്റ് എന്നുള്ള ഒരു അസംഷനിലോട്ട്, ഓൾമോസ്റ്റ് പാരലൽ ലൈനായിട്ട്. അതായത് നോർമൽ ഡെപ്ത് ലൈൻ ഇങ്ങനെയാണെങ്കിൽ ആ വാട്ടർ സർഫസ് ലൈൻ ആ നോർമൽ ലൈനിലേക്ക് ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യാനായ രീതിയിലേക്ക് അത് പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിംപ്റ്റോട്ടിക്കലി എന്ന് പറയുന്നത്. The water surface approaches the NDL asymptotically. ഇത് നമ്മൾ പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പം നിങ്ങൾ ഒന്നും മാത്രം ആലോചിക്കുക, if dy by dx is equal to 0 ആണെങ്കിൽ water surface approaches the NDL asymptotically. Okay. Now the second case, if y tends to yc ആണെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കാം, ഡിനോമിനേറ്ററിലേക്ക് നോക്കാം. y tends to yc ആണെങ്കിൽ yc by yc is 1. So 1 minus 1 0. Anything divided by 0 gives you dy by dx equal to infinity, right? If y tends to yn, dy by dx tends to 0. Similarly, if y tends to yc, dy by dx tends to infinity. Okay. ഈ കേസിലാണെങ്കിൽ ഇങ്ങനെ dy by dx ഇൻഫിനിറ്റിയിലേക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിൽ then water surface approaches, ഇവിടെ ഏതാണ് അപ്രോച്ച് ചെയ്യുന്നത്? y tends to yc ആണ് അല്ലേ? So approaches critical depth line vertically. അതായത് നേരത്തെ ഞാൻ ഇങ്ങനെയാ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ കേസിൽ ഇത് എങ്ങനെയാ മീറ്റ് ചെയ്യുക? വെർട്ടിക്കലി ഇങ്ങനെയാണ് മീറ്റ് ചെയ്യുക. നമ്മുടെ CDL ലൈനിനെ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ മീറ്റ് ചെയ്യും. ആദ്യത്തെ കേസിൽ NDL ഓൾമോസ്റ്റ് പാരലൽ ആയിട്ട് മീറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ CDL, സപ്പോസ് ഇത് CDL ആണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർലി വെർട്ടിക്കലി വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് if y tends to infinity. If y tends to infinity ആണെങ്കിൽ what happens to dy by dx? So anything divided by infinity 0. Anything here also divided by infinity 0. 1 minus 0 is 1. So dy by dx will be z0. So dy by dx tends to z0. In this case, the water surface meets a very large surface. As a horizontal asymptote. അതായത് dy by dx tend to s0 ആണെങ്കിൽ ആ കണ്ടീഷനിൽ വാട്ടർ സർഫസ് ശരിക്കും നല്ല ഹൈറ്റിലുള്ള നല്ലൊരു ലാർജ് വോളിയം ഓഫ് വാട്ടർ ആ ചാനലിൽ ഉണ്ടാവും എന്നാണ് അർത്ഥം.
ആ വാട്ടർ സർഫസിലേക്ക് ഈ പ്രൊഫൈല് പാരലലി ആണ് വന്ന് മീറ്റ് ചെയ്യുക. അതായത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ടാണ് മീറ്റ് ചെയ്യുക. അത് നമുക്ക് M1 പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താണ്? y tends to infinity. y tends to infinity ആണ്. y tends to 0 ആണ്. So anything divided by 0 is infinity, right? Anything divided by 0 is infinity. So the divide by dx will be equal to infinity, and this tends to infinity എന്ന് പറയാം, right? അപ്പോൾ infinity ആണെങ്കിൽ again the same case, water surface approaches the CDL, or water surface approaches the surface normally. So here, since this will be negative infinity, here I can say water surface meets the CDL or channel bottom. അതായത് വാട്ടർ ഇത് സീറോ ആണല്ലേ, സോ ചാനൽ ബോട്ടത്തിലാണ് മോർ കേസ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മീറ്റ്സ് ദ ചാനൽ ബോട്ടം നോർമലി ഓർ വെർട്ടിക്കലി, രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, സോ ഹിയർ ഐ യൂസ്ഡ് ദ ടേം നോർമലി. അപ്പം ഇൻഫിനിറ്റി ആണെങ്കിൽ ദിസ് വിൽ മീറ്റ് ദ ചാനൽ ബോട്ടം നോർമലി. അപ്പം ഇഫ് ഡിവൈഡ് ബൈ dx equal to 0 ആണെങ്കിൽ ഇറ്റ് വിൽ മീറ്റ് ദ NDL അസിംപ്റ്റോട്ടിക്കലി. ഒന്നേ ആലോചിക്കാനുള്ളൂ, എപ്പോഴൊക്കെ വാട്ടർ സർഫസ് ഈ NDLനെ മീറ്റ് ചെയ്യുന്നു, നോർമൽ ഡെപ്ത് ലൈനിനെ മീറ്റ് ചെയ്യുന്നു, അത് പാരലലി അസിംപ്റ്റോട്ടിക്കലി ആയിരിക്കും മീറ്റ് ചെയ്യുക. എപ്പോഴൊക്കെ ഒരു പ്രൊഫൈൽ CDLനെ മീറ്റ് ചെയ്യുന്നു, അത് വേർട്ടിക്കലി ആയിരിക്കും മീറ്റ് ചെയ്യുക. ഓക്കെ, എപ്പോഴൊക്കെ അത് ചാനൽ ബോട്ടത്തിലേക്ക് പോകുന്നു, അത് എന്ത് ചെയ്യും, നോർമലി ആയിരിക്കും മീറ്റ് ചെയ്യുക. only at the CDL it meets vertically. Only at the CDL and channel bottom it meets vertically. NDL ലോ very large surface of water ലോ അതെന്ത് ചെയ്യും, asymptotically ആണ് മീറ്റ് ചെയ്യുക. CDL ലും ചാനൽ ബോട്ടത്തിലും vertically മീറ്റ് ചെയ്യും, NDL ലും very large surface ലും asymptotically മീറ്റ് ചെയ്യും. അതിന് നമുക്ക് ഫസ്റ്റ് കേസ് ഒരു M1 പ്രൊഫൈൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ M1 പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയൻ വരെ വാട്ടർ ഉണ്ട് എന്ന് അർത്ഥം. അതായത് സപ്പോസ് ഇഫ് ഐ ഷോ യു എ ഫിഗർ ഓവർ ഹിയർ, സി നമുക്ക് ഇവിടം വരെ വാട്ടർ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇതിൽ ഡെപ്ത് മാക്സിമം M1 പ്രൊഫൈൽ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ YN ഗ്രേറ്റർ ദാൻ YC, റൈറ്റ്? സോ ഈ M1 പ്രൊഫൈലിലെ വാട്ടറിന് ഇറ്റ് ക്യാൻ ഗോ മാക്സിമം ടു ഇൻഫിനിറ്റി ആൻഡ് മിനിമം ടു YN. ഓക്കെ, അപ്പം ഗോ മാക്സിമം ടു ഇൻഫിനിറ്റി ആൻഡ് മിനിമം ടു YN. അപ്പം ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്, ഇഫ് y ടെൻസ് ടു ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ dx ഈക്വൽ ടു S0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് y ടെൻസ് ടു YN ഡിവൈഡ് ബൈ dx ഈസ് 0 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം 0 ആണെങ്കിൽ എങ്ങനെ മീറ്റ് ചെയ്യുന്ന പറഞ്ഞേ, അസിംപ്റ്റോട്ടിക്കലി ആയിട്ട് മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. S0 ആണെങ്കിലും എങ്ങനെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞു, അസിംപ്റ്റോട്ടിക്കലി മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ ഒരു NDL ലൈൻ അല്ലെങ്കിൽ വെരി ലാർജ് വാട്ടർ സർഫസ് ആണെങ്കിൽ ഇത് അസിംപ്റ്റോട്ടിക്കലി ആണ് മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് ഇവിടെ വരയ്ക്കാൻ നോക്കുവാണെങ്കിൽ ഇത് എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇറ്റ് മീറ്റ്സ് NDL അസിംപ്റ്റോട്ടിക്കലി, അതായത് ഓൾമോസ്റ്റ് പാരലൽ എന്ന് പറഞ്ഞിട്ട് മീറ്റ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ഇവിടെ നമുക്ക് ഇത് ഈ NDL ലൈനിലോട്ട് ഓൾമോസ്റ്റ് പാരലൽ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ പോകും. ഓക്കെ, ഇത് ഇങ്ങനെ പോയി ഇത് ഇൻക്രീസ് ചെയ്ത് വന്ന് ഒരു വെരി ലാർജ് സർഫസ് ഇൻഫിനിറ്റിയിലേക്കാണ്, S0ലേക്കാണ്. സോ വെരി ലാർജ് സർഫസിലേക്കാണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് മീറ്റ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ വന്ന് മീറ്റ് ചെയ്യും. ഇത് വെരി ലാർജ് സർഫസ് ആണ്. സോ ഇവിടെ ഇത് ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് അറ്റ് സം ഇൻഫിനിറ്റ് പോയിന്റ് ദിസ് വിൽ മീറ്റ്. ഇവിടെ ഇത് വെരി ലാർജ് സർഫസിലേക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് റിസർവോയർ അല്ലെങ്കിൽ ഒരു വയറിൽ വാട്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് വരിക. അപ്പൊ ഇവിടെ M1 പ്രൊഫൈലില് M1 റീജിയണിൽ M1 കേർവ് ഇങ്ങനെയാ വരിക. NDL നിന്ന് ഹൊറിസോണ്ടലി അത് തുടങ്ങി മെല്ലെ വെരി ലാർജ് വാട്ടർ സർഫസിലേക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് പോകും. അപ്പൊ ഈ കേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പാരലലി വന്ന് ഒരു വെരി ലാർജ് സർഫസിലേക്ക് വീണ്ടും പാരലൽ ആയിട്ട് മാറും. ഇതും പാരലൽ, അതായത് ഹൊറിസോണ്ടൽ ആണ്, ഇതും ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടലി മൂവ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വെരി ലാർജ് സർഫസിലേക്ക് വീണ്ടും ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് മീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈലിനെയാണ് നമ്മൾ M1 പ്രൊഫൈൽ എന്ന് പറയാം. നേരെ മറിച്ച് M2യുടെ മാക്സിമം ലിമിറ്റ് YN ആണ്. അപ്പം YN അത് ഇഫ് ഇറ്റ് ടെൻസ് ടു YN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ dx ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട്, YC ആണെങ്കിൽ ഇഫ് ടെൻസ് ടു YC ആണെങ്കിൽ
dy by dx is ഇൻഫിനിറ്റി എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം സി ഡി എല്ലിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി മീറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്, എൻ ഡി എല്ലിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് മീറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ റീജിയൻ 2 അതായത് ഇത് എൻ ഡി എല്ലിൽ തുടങ്ങി സി ഡി എല്ലിൽ അവസാനിക്കുന്നത് വരെയാണ് റീജിയൻ 2. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പ്രൊഫൈൽ വരയ്ക്കുന്നതാണെങ്കിൽ റീജിയൻ 2 ഏറ്റവും മാക്സിമത്തിൽ നിന്ന് ഇവിടുന്ന് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് തുടങ്ങി ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് തുടങ്ങിയിട്ട് ഇത് സി ഡി എല്ലിലേക്ക് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആയിട്ടാണ്. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ട്. അതായത് ഇതിങ്ങനെ എങ്ങനെയാ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഡി എൽ ലൈനിന്ന് ഓൾമോസ്റ്റ് പാരലൽ ഹൊറിസോണ്ടൽ ലൈനായിട്ട് തുടങ്ങി സി ഡി എല്ലിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ആയിട്ട് വന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പം ഈ ഒരു പ്രൊഫൈലിനെയാണ് നമ്മൾ എന്ത് പറയാ, M2 പ്രൊഫൈൽ എന്ന് പറയാം. ഇനി M3 റീജിയൻ M3യിലാണെങ്കിൽ ദിസ് ക്യാൻ ഗോ മാക്സിമം ടു YC ആണെങ്കിൽ dy by dx ഈസ് ഇൻഫിനിറ്റി ആണെങ്കിൽ വെർട്ടിക്കലി മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. Y ആണെങ്കിൽ മിനിമം എത്ര വരെ പോവാ, 0 വരെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇഫ് y tends to 0 ഇറ്റ് മീറ്റ്സ് നോർമലി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എപ്പോഴൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ വരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാവുക. ഇത് വരയ്ക്കുന്നത് ഇത് ഇങ്ങനെയാണ്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് മനസ്സിലാവും. ഇവിടെ സി ഡി എല്ലിലേക്കാണെങ്കിൽ വെർട്ടിക്കലി വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് M3 പ്രൊഫൈൽ. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് ആ 3 സിറ്റുവേഷൻസും കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് M1 പ്രൊഫൈൽ ഒരു ചാനലിൽ എങ്ങനെയാ വരിക, M2 പ്രൊഫൈൽ എങ്ങനെയാ വരിക, M3 പ്രൊഫൈൽ എങ്ങനെയാന്ന് വരിക എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും, ഇവിടെ NDL ന്ന് വെള്ളം കൂടി വരിക, റൈസിങ് കേർവ് ആണ് അല്ലേ. അപ്പൊ ഇതൊരു ബാക്ക് വാട്ടർ കേർവ് ആണ്. ഇങ്ങനെ എപ്പോഴാ വാട്ടർ റൈസ് ചെയ്ത് വരിക, നമുക്ക് മുന്നിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുമ്പോൾ, എന്തെങ്കിലും സ്റ്റോറേജ് സ്ട്രക്ചർ വരുമ്പോൾ, ഒരു ഡാമോ വേറോ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരുന്നതിനനുസരിച്ച് ഇവിടെ ആ സ്ട്രക്ചറിന്റെ ഹൈറ്റിനനുസരിച്ച് വെള്ളം കൂടി വരും. അപ്പം വെള്ളം ഇവിടുന്ന് കൂടും, ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പോകുമ്പോൾ കുറഞ്ഞ് ഒറിജിനൽ ലൈനിലോട്ട് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ബാക്ക് വാട്ടർ കേർവ് എന്ന് പറയുന്നത്, റൈസിങ് കേർവ് ആണ്. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, ഇത് ഡ്രോപ്പ് ചെയ്ത് പോവാണ്, ഇതിനെയാണ് ഡ്രോ ഡൗൺ കേർവ് എന്ന് പറയുന്നത്. ഇത് M2 പ്രൊഫൈലാണ്. ഓക്കെ, M2 പ്രൊഫൈലാണിത്. അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിൽ പെട്ടെന്ന് ഒരു ഡ്രോപ്പ് വന്നു എന്ന് വെച്ചോ, ചാനലിൽ പെട്ടെന്ന് ഒരു ഡ്രോപ്പ് വന്നു. അപ്പൊ ഇവിടെയുള്ള വാട്ടർ ഫ്ലോ ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ആവും. ആ ഡ്രോപ്പിംഗ് പ്രൊഫൈലാണ് എന്ത്, M2 പ്രൊഫൈൽ. ഇനി ഇതെന്താണ്, ഇതാണ് M3 പ്രൊഫൈൽ. M3 പ്രൊഫൈൽ ഇത് എപ്പോഴൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ, സപ്പോസ് നമ്മുടെ വാട്ടർ നമ്മളൊരു ഗേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് നമ്മൾ ഇത് റിലീസ് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു, അടിയിൽ നിന്ന് മുകളിലോട്ട് അങ്ങ് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് കംപ്ലീറ്റ്ലി മുകളിലോട്ട് അങ്ങ് ജമ്പ് ചെയ്ത് വരും. അങ്ങനെയുള്ള പ്രൊഫൈലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, M3 പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 സിറ്റുവേഷനും എവിടെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പൊ ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു നോർമൽ വെയർ ആണ്. അപ്പൊ വെയറിന്റെ അകത്തേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വാട്ടർ ഫ്ലോസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൈറ്റിന്റെ എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും വാട്ടർ. ഓക്കെ, ഫൈൻ. നേരെ മറിച്ച് ഈ ഒരു കേസിലാണ് നമുക്ക് M1 പ്രൊഫൈൽ കിട്ടുക, അതായത് മൈൽഡ് സ്ലോപ്പ് ചാനലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വെയർ സ്ട്രക്ചറിൽ സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും നമുക്ക് M1 പ്രൊഫൈൽ കിട്ടുക. നേരെ മറിച്ച് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഡ്രോപ്പ് ആണ്. അപ്പോൾ ഈ ഡ്രോപ്പിൽ നമുക്ക് ഏത് പ്രൊഫൈൽ കിട്ടും, ഈ ഡ്രോപ്പിൽ നമുക്ക് M2 പ്രൊഫൈൽ കിട്ടും. അഗെയിൻ ദിസ് ഈസ് എ മൈൽഡ് സ്ലോപ്പ് ചാനൽ, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, M2 പ്രൊഫൈൽ കിട്ടും. മൈൽഡ് സ്ലോപ്പ് ആണെങ്കിലും M2 പ്രൊഫൈൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ കാണിച്ചിരിക്കുന്നത് M1 പ്രൊഫൈൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നതാണ് ഒരു വെയറിൽ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്. ആ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി വെയർ. ഓക്കെ, സോ ദിസ് ഈസ് ദ CDL ലൈൻ ആൻഡ് NDL. ഈ വെയർ ഇല്ലായിരുന്നെങ്കിൽ ഈ NDL അങ്ങ് ഫ്ലോ ചെയ്ത് പോയേനെ. വെയർ സ്ട്രക്ചർ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിട്ട് തുടങ്ങി വാട്ടർ ഹൈറ്റ് കൂടുവാണ്. വാട്ടർ ഹൈറ്റ് കൂടി വരില്ല വാട്ടർ സർഫസിലേക്ക് ഹൊറിസോണ്ടലായി. ഇതാണ് M1 പ്രൊഫൈൽ വരിക. വൺസ് ഈ വെയറിലെ ഹൈറ്റിനെക്കാട്ടും കൂടുതൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് എങ്ങനെ ഫ്ലോ ചെയ്യും,
റാപ്പിഡ് വേരിയഡ് ഫ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യും. ഇവിടെ മാത്രമാണ് ഇത് ഗ്രാജുവൽ വേരിയഡ് ഫ്ലോ. ഈ M1 പ്രൊഫൈൽ മാത്രമേ നമുക്ക് സ്കെച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഗ്രാജുവൽ ഹൈറ്റ് ഇൻക്രിമെന്റ് ആണ്. സ്ലോലി ഇൻ എ മൈൽഡ് സ്ലോപ്പ് ചാനൽ അസിംപ്റ്റോട്ടിക്കലി തുടങ്ങി ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടായിട്ട് അവസാനിക്കുന്നത്. ഓക്കെ. ഇനി അതേപോലെ നമ്മളൊരു ഡ്രോപ്പ് സ്ട്രക്ചറിലേക്ക് നോക്കുവാണെങ്കിൽ ഡ്രോപ്പ് സ്ട്രക്ചറിൽ നമുക്ക് എന്ത് കിട്ടും? M2 പ്രൊഫൈൽ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഇത് NDLന്ന് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടായിട്ട് തുടങ്ങി CDLലേക്ക് വെർട്ടിക്കലി ഡൗൺ ആയിട്ട് പോവേണ്ടതാണ്. പക്ഷെ ഇവിടെ താഴേക്ക് ഒരു പൂൾ സ്ട്രക്ചർ വരുന്നതുകൊണ്ട് ഇതിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാതിരുന്നെങ്കിൽ താഴേക്ക് വാട്ടർ സർഫേസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇതിവിടെ ഈ CDLന് വെർട്ടിക്കലി ഡൗൺവേർഡിലേക്ക് പോകും. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് M2 പ്രൊഫൈലാണ്. ഓക്കെ. ഇനി നമുക്ക് കാണാനുള്ളത് അതേപോലെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഫോർ M3 പ്രൊഫൈൽ. അപ്പം M3 പ്രൊഫൈലിന് വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു മൈൽഡ് സ്ലോപ്പ് ചാനലാണ്. ഇതിൻ്റെ അകത്ത് വാട്ടർ ഈ ഹൈറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ നിമിഷം വെരി ഹൈ വെലോസിറ്റിയിൽ വാട്ടർ പാസ് ചെയ്യും. അപ്പോൾ ഇത് തുടങ്ങുന്നത് റാപ്പിഡ് വേരിയഡ് ഫ്ലോയിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ഈ ഇത്രയും ചെറിയ സ്പേസിൽ കൂടെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈ സീറോയിൽ നിന്ന് CDLലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നത്. ഈ ജമ്പ് ചെയ്യുന്ന പ്രൊഫൈലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ആ ജമ്പ് ചെയ്ത് അത് NDLലേക്ക് വീണ്ടും എന്ത് ചെയ്യും? ഒരു ഹൈ ജമ്പ് കൊടുത്തിട്ടാണ്, ഒരു ഹൈഡ്രോളിക് ജമ്പ് കൊടുത്തിട്ടാണ് NDLലേക്ക് അത് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്ലൂയിസ് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സീറോ, അത് ഇമാജിനറി കണ്ടീഷൻ ആണ്. സീറോ എന്നുള്ളത് ഒരിക്കലും ബെഡിലേക്ക് സീറോ ലെവലിലേക്ക് വാട്ടർ വരില്ല. ഈ ഒരു സ്റ്റോറേജിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അത് റാപ്പിഡ്ലി പാസ് ചെയ്ത് വന്ന് നേരെ CDയിലേക്ക് മീറ്റ് ചെയ്യും. ഫോളോയിങ് M3 പ്രൊഫൈൽ ലേറ്റർ ഇറ്റ് ഹോൾഡ് ഫോർ എ ജംപ് ആൻഡ് മീറ്റ്സ് ദി NDL. എപ്പോഴും വാട്ടർ സർഫസ് അല്ലെങ്കിൽ വാട്ടറിന്റെ ഒരു നേച്ചർ പറഞ്ഞാൽ അത് എപ്പോഴും NDLലേക്ക് മീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ M3 പ്രൊഫൈൽ CDയിൽ എത്തിയതിനു ശേഷം ഒരു ജമ്പ് ക്രിയേറ്റ് ചെയ്ത് NDLലേക്ക് എത്തിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ M3 പ്രൊഫൈൽ. അപ്പോൾ ഈ 3 പ്രൊഫൈൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് M1 പ്രൊഫൈൽ വരയ്ക്കുന്നത്, എങ്ങനെയാണ് M2 പ്രൊഫൈൽ വരയ്ക്കുന്നത്, എങ്ങനെയാണ് M3 പ്രൊഫൈൽ വരയ്ക്കുന്നത്, ഇത് മൂന്നും തറോ ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുക ഡിസ്കസ് ബ്രീഫ്ലി അബൌട്ട് M പ്രൊഫൈൽസ്. അപ്പോൾ ഈ 3 പ്രൊഫൈലും പറയണം, അല്ലെങ്കിൽ S പ്രൊഫൈൽസ്, അങ്ങനെ പ്രൊഫൈൽസിനെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ പ്രൊഫൈൽസിനെ കുറിച്ച് പറയും വേണം, അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് സൈറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. അപ്പോൾ ഇതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ഒന്നിൽ കൂടുതൽ തവണ കണ്ട് സ്വയം വരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കുക.